ഹായ് ഫ്രണ്ട്സ്, എന്താണ് ലോക്കൽ ബിറ്റ്കോയിൻസ്, എങ്ങനെയാണ് നമുക്കത് യൂസ് ചെയ്യാം എന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം www.localbitcoins.com എന്ന സൈറ്റിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് കാണാം. നിങ്ങൾക്ക് ലോക്കൽ ബിറ്റ്കോയിൻസിൽ അക്കൗണ്ട് ഇല്ല എങ്കിൽ രജിസ്റ്റർ എ ന്യൂ അക്കൗണ്ട് വഴി അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാം. വെരിഫൈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് വെറുതെ എന്തൊക്കെയാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ ജസ്റ്റ് കാണിക്കാറുള്ളൂ. ലാസ്റ്റ് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ വെരിഫൈ ആയ ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് കാണാൻ കഴിയുക. അവിടെ ക്വിക്ക് ബൈ കാണാം, ക്വിക്ക് സെല്ല് കാണാം. ഇപ്പോൾ ഇത് USD യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റേതായതുകൊണ്ടാണ്. അത് നമ്മൾ ഇന്ത്യയുടേതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റുപ്പീസിലുള്ള ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും എല്ലാം കാണാം. ഈ ലോക്കൽ ബിറ്റ്കോയിൻസ് എന്ന് വെച്ചാൽ ഒരു എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗമോ അല്ല. ഇത് എല്ലാ ലോക്കൽസിനും ബയ്യിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു OLX പോലെയുള്ള ഒരു ബിറ്റ്കോയിൻ്റെ സൈറ്റാണ് ലോക്കൽ ബിറ്റ്കോയിൻസ്. ഓക്കെ, ഇതുവഴി ഇപ്പോൾ ഒരു ട്രേഡറിനെ ഞാൻ സെലക്ട് ചെയ്തു. അയാളുടെ ഞാനൊരു 50,000 എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മളൊരു ഇത്ര എമൗണ്ട് അവർ ഇത്ര BTC നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവരുമായിട്ട് ചാറ്റ് ചെയ്ത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ബിറ്റ്കോയിൻ സെൻഡ് ചെയ്ത് തരും. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഒരാളോട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ വായിക്കേണ്ടതാണ്. അതുപോലെ അവർ ഓപ്പണിംഗ് അവേഴ്സ് ഏതെല്ലാം ടൈമിലാണ് ഓപ്പണിംഗ് ചെയ്യുക, അതുപോലെ എല്ലാം അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേഡേഴ്സിനെ കറക്റ്റ് അവരുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ട്രേഡ് ചെയ്യാവൂ. ഇപ്പോൾ ഇവിടെ ഈ ട്രേഡർ 4,24,000 ഒരു BTCക്ക് വില പറയുന്നത്. പേയ്മെൻറ്റ് മെത്തേഡ് IMPS ആണ്. അതുപോലെ യൂസർ ഗ്രീൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺലൈൻ ആണെന്നാണ്. പിന്നെ യൂസർ ഡീറ്റെയിൽസിൽ അയാളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം നോക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് ട്രേഡ് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ റിക്വസ്റ്റ് അയക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും വലിയ തോതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ലോക്കൽ ബിറ്റ്കോയിൻസ് 4-5 വർഷമായി ലോകത്തെ എല്ലായിടത്തുള്ള ബിറ്റ്കോയിൻ മേടിക്കാനും സെൽ ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലുള്ള ട്രേഡേഴ്സ് എല്ലാം ട്രസ്റ്റ്ഫുൾ ആണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ 4 ട്രസ്റ്റഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. 4 വെരിഫിക്കേഷൻ എല്ലാം പെൻഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ നമ്മൾ വാലറ്റ് ഉണ്ട്. വാലറ്റിൽ നമുക്ക് എത്രയും ബിറ്റ്കോയിൻ നമ്മൾ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിനോ അതുപോലെ സെപ്പേക്കോ ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടി റിസീവിങ് അഡ്രസ്സ് എമൗണ്ട് എല്ലാം അടിച്ച ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ സംതിങ് ഹവേഴ്സിനുള്ളിൽ അത് റിസീവ് ആകുന്നത്. ഇതുപോലെ ഇത് നമ്മുടെ റിസീവിങ് ലോക്കൽ ബിറ്റ്കോയിൻസ്. നമ്മൾ ഒരു ലോക്കൽ ബിറ്റ്കോയിൻസിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെപ്പയിൽ നിന്ന് നമ്മുടെ ലോക്കൽ ബിറ്റ്കോയിൻസിലേക്ക് സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ റിസീവ് അഡ്രസ്സ്. അതുപോലെ നമ്മളുടെ പ്രൊഫൈല്, അക്കൗണ്ട് സെക്യൂരിറ്റി എല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമുക്കതിൽ ബൈയിങ്ങും സെല്ലിങ്ങും പോസിബിൾ ആവത്തുള്ളൂ. അതിന് 2 ഫാക്ടർ വെരിഫിക്കേഷൻ, ലോഗിൻ കാർഡ് അങ്ങനെയെല്ലാം മാക്സിമം എനേബിൾ ചെയ്യുക. ഓക്കെ, 2 ഫാക്ടർ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഓരോ കാര്യങ്ങൾ, പ്രൊഫൈൽ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആക്കുക. നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങൾ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയെല്ലാം സ്ട്രോങ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം ആദ്യം അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ. നമ്മുടെ വാലറ്റിൽ എത്ര BTC ഉണ്ടെന്ന് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ ട്രസ്റ്റഡ് ആണോ, നമ്മൾ എത്ര മെർച്ചൻറ്റുമായി നമ്മൾ ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ ലോക്കൽ ബിറ്റ്കോയിൻസിൻ്റെ സപ്പോർട്ടിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിൽ സെൽ ബിറ്റ്കോയിൻ എന്ന ട്രേഡിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് US ആണ്, അത് നമുക്ക് ഇന്ത്യ ആക്കാം. അപ്പോൾ ഇതിൽ USDയിൽ നമുക്ക് എത്രയാണോ നമുക്ക് സെൽ ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് അത് അയാൾക്ക് നമ്മൾ സെൽ ചെയ്ത് കൊടുക്കാം. അയാൾ മേടിക്കാൻ റെഡിയാണ് എന്നാണ് അതിൽ കാണിക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും ലോക്കൽ ബിറ്റ് കോയിൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.